സോഷ്യൽ സയൻസിൽ ആദ്യത്തെ അധ്യായമാണ് പ്രാചീന ജീവിതം. അതായത് 10,000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരുടെ ജീവിതം എങ്ങനെയുള്ളതായിരുന്നു എന്നതാണ് ഈ അധ്യായത്തിൽ പഠിക്കുന്നത്. ഓർത്തിരിക്കാൻ വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. പ്രാചീനം എന്നാൽ വളരെ പഴയത് എന്നാണ് അർത്ഥമാക്കുന്നത്. അങ്ങനെ ഏറ്റവും പഴയത് അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ മനുഷ്യർ ജീവിച്ചിരുന്ന കാലഘട്ടം ശിലായുഗം എന്നാണ് അറിയപ്പെടുന്നത്. ശില എന്ന വാക്കിന്റെ അർത്ഥം കല്ല് എന്നാണ്. യുഗം എന്നാൽ കാലം എന്നർത്ഥം. ശിലായുഗം എന്നാൽ പ്രാചീന മനുഷ്യർ ശിലകൾ കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ആയുധങ്ങളും ഉപകരണങ്ങളും ഇരുമ്പ് കൊണ്ടുള്ളതാണെന്ന് നമുക്കറിയാം. എന്നാൽ ശിലായുഗത്തിൽ പ്രാചീന മനുഷ്യർ ഉപയോഗിച്ചിരുന്നത് ശിലകൾ കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും മാത്രമായിരുന്നു. കാരണം ആയുധമുണ്ടാക്കാൻ കല്ലുകളേക്കാൾ ഉറപ്പുള്ള യാതൊന്നും അവർ ആ കാലഘട്ടത്തിൽ കണ്ടെത്തിയിരുന്നില്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ എന്താണ് ശിലായുഗം എന്നറിയപ്പെടുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം, പ്രാചീന മനുഷ്യർ ശിലകൾ കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ ശിലായുഗം എന്ന് അറിയപ്പെടുന്നു. ഈ ശിലായുഗത്തെ തന്നെ 3 കാലഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു. അതിൽ ഒന്നാമത്തേത് പ്രാചീന ശിലായുഗം, രണ്ടാമത്തേത് മധ്യശിലായുഗം, മൂന്നാമത്തേത് നവീന ശിലായുഗം. അപ്പോൾ ശിലായുഗത്തെ എത്ര കാലഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം, 1 പ്രാചീന ശിലായുഗം, 2 മധ്യശിലായുഗം, 3 നവീന ശിലായുഗം. ശിലായുഗത്തിൽ അന്നത്തെ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ശിലകൾ കൊണ്ടുള്ള ആയുധങ്ങളിൽ മനുഷ്യർ നേടിയ പുരോഗതിയുടെ അടിസ്ഥാനത്തിലാണ് ശിലായുഗത്തെ ഇങ്ങനെ 3ആയി തിരിച്ചിരിക്കുന്നത്. അതായത് മിനുസപ്പെടുത്താത്ത പരുക്കൻ ശിലായുധങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടം പ്രാചീന ശിലായുഗം എന്നറിയപ്പെടുന്നു. അപ്പോൾ പ്രാചീന ശിലായുഗം എന്നറിയപ്പെടുന്നത് എന്ത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം, പ്രാചീന മനുഷ്യർ പരുക്കൻ ശിലായുധങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ പ്രാചീന ശിലായുഗം എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ മൂർച്ചയുള്ള ചെറിയ ശിലായുധങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് മധ്യശിലായുഗം. അപ്പോൾ മധ്യശിലായുഗം എന്നറിയപ്പെടുന്നത് എന്ത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം, പ്രാചീന മനുഷ്യർ മൂർച്ചയുള്ള ചെറിയ ശിലായുധങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടം മധ്യശിലായുഗം എന്നറിയപ്പെടുന്നു. ഇനി മൂന്നാമതായി വരുന്നത് നവീന ശിലായുഗമാണ്. മിനുസപ്പെടുത്തിയ ശിലായുധങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് നവീന ശിലായുഗം. അപ്പോൾ നവീന ശിലായുഗം എന്നറിയപ്പെടുന്നത് എന്ത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം, പ്രാചീന മനുഷ്യർ മിനുസപ്പെടുത്തിയ ശിലായുധങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ നവീന ശിലായുഗം എന്നറിയപ്പെടുന്നു. ചുരുക്കത്തിൽ പ്രാചീനം പരുക്കൻ, മധ്യം മൂർച്ച, നവീനം മിനുസം എന്നു പറഞ്ഞു പഠിച്ചാൽ മേൽപ്പറഞ്ഞ ചോദ്യോത്തരങ്ങൾ എളുപ്പത്തിൽ ഓർത്തിരിക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ 3 ശിലായുഗങ്ങളിലെ മനുഷ്യരുടെ ജീവിത രീതികളുടെ സവിശേഷതകളാണ്. ഇതിൽ പ്രധാനമായും 15 പോയിന്റുകൾ പഠിച്ചാൽ മതി. ഈ 15 പോയിന്റുകൾ എളുപ്പത്തിൽ പഠിക്കാനും ഓർത്തിരിക്കാനും വിഷ്വലൈസേഷൻ അഥവാ ദൃശ്യവൽക്കരണം എന്ന രീതി കൂടി നമുക്ക് പരീക്ഷിക്കാം. നമുക്ക് പഠിക്കേണ്ട പോയിന്റുകൾ ഒരു ചെറിയ കഥയാക്കി മാറ്റി ആ കഥ ഓർത്തിരിക്കുക എന്നതാണ് പരീക്ഷിക്കുന്ന രീതി. ഇതിൽ ആദ്യത്തെ ചോദ്യം പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യ ജീവിതത്തിലെ പ്രധാന സവിശേഷതകൾ ഏവ എന്നതാണ്. 1 ഗുഹകളിലാണ് അവർ താമസിച്ചിരുന്നത്. 2 വേട്ടയാടിയാണ് ഭക്ഷണം കണ്ടെത്തിയിരുന്നത്. 3 വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ തീ ഉപയോഗിച്ചിരുന്നു. 4 കല്ല്, ചിപ്പി, ആനക്കൊമ്പ് എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചിരുന്നു. 5 കല്ലുകൾ കൊണ്ട് ചെറിയ പ്രതിമകൾ നിർമ്മിച്ചിരുന്നു. ഈ പോയിന്റുകൾ ഓർത്തിരിക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈ പോയിന്റുകൾ ഉൾപ്പെടുത്തി ഒരു കഥയുണ്ടാക്കാം. അല്ലെങ്കിൽ ഇതിൽ പറയുന്ന കഥയിലെ സംഭവങ്ങൾ വ്യക്തമായി മനസ്സിൽ കാണുക. അതിനുശേഷം ഈ കഥ മുഴുവനായി ക്രമത്തിൽ ഓർക്കാൻ ശ്രമിക്കുക. 2 or 3 തവണ ശ്രമിച്ചാൽ ഏതൊരാൾക്കും ഈ ചെറിയ കഥ ഓർക്കാൻ സാധിക്കും. അതിനുശേഷം
ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. ഈ കഥയിൽ ചുവന്ന അക്ഷരത്തിൽ കൊടുത്തിട്ടുള്ളതാണ് നമ്മൾ പഠിക്കേണ്ട പോയിന്റുകൾ. ഇനി നമുക്ക് കഥ ശ്രദ്ധിക്കാം. ഒരു പ്രാചീന മനുഷ്യൻ ഒരു ഗുഹയിൽ താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മാൻ പുറത്തു നിൽക്കുന്നത് കാണുകയും അതിനെ വേട്ടയാടാൻ വേണ്ടി അതിന്റെ പുറകെ ഓടുമ്പോൾ ഒരു കടുവയുടെ മുന്നിൽ പെടുകയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ തീ കാണിക്കുകയും അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരുമ്പോൾ കല്ല്, ചിപ്പി, ആനക്കൊമ്പ് എന്നിവ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ആഭരണം കാണുകയും അതെടുത്ത് ഗുഹയിലെത്തിയപ്പോൾ അവിടെ വെച്ചിരുന്ന കല്ലുകൊണ്ടുള്ള ചെറിയ പ്രതിമയിൽ ആ ആഭരണം അണിയിക്കുകയും ചെയ്തു. ഈ കഥ പറഞ്ഞ് മനപ്പാഠം പഠിക്കാതെ ഈ കഥയിലെ സംഭവങ്ങൾ മനസ്സിൽ കാണുകയാണ് വേണ്ടത്. ഇതിൽ രണ്ടാമത്തെ ചോദ്യം മധ്യശിലായുഗത്തിലെ മനുഷ്യജീവിതത്തിലെ പ്രധാന സവിശേഷതകൾ ഏവ എന്നതാണ്. 1. സസ്യങ്ങൾ നട്ടുവളർത്തി. 2. സ്ഥിരവാസം ആരംഭിച്ചു. 3. അമ്പും വില്ലും ഉപയോഗിച്ച് വേട്ടയാടാൻ തുടങ്ങി. 4. വേട്ടയാടൽ വ്യാപകമാക്കി. 5. നായയെ ഇണക്കി വളർത്തി. ഇനി ഈ പോയിന്റുകൾ ഓർത്തിരിക്കാനുള്ള കഥ ശ്രദ്ധിക്കാം. ഒരു മധ്യശിലായുഗ മനുഷ്യൻ നടന്നു പോകുമ്പോൾ ഒരു സ്ഥലത്ത് കുറെ സസ്യങ്ങൾ നട്ടുവളർത്തിയിരിക്കുന്നതായി കാണുകയും അവൻ അവിടെ സ്ഥിരതാമസമാക്കുകയും അതിലൊരു സസ്യത്തിന്റെ കമ്പുകൾ എടുത്ത് അമ്പും വില്ലും ഉണ്ടാക്കുകയും അതുപയോഗിച്ച് വേട്ടയാടൽ വ്യാപകമാക്കിയപ്പോൾ എപ്പോഴും അവന്റെ കൂടെ നടന്നിരുന്ന നായയെ അവൻ ഇണക്കി വളർത്തുകയും ചെയ്തു. ഈ കഥയും മനഃപ്പാഠമാക്കാതെ ഇതിലെ സംഭവങ്ങൾ മനസ്സിൽ കാണാൻ ശ്രമിക്കൂ. ഇതിൽ മൂന്നാമത്തെ ചോദ്യം നവീന ശിലായുഗത്തിലെ മനുഷ്യ ജീവിതത്തിലെ പ്രധാന സവിശേഷതകൾ ഏവ. 1. നദീതടങ്ങളിൽ സ്ഥിരവാസം ആരംഭിച്ചു. 2. കൃഷി ആരംഭിച്ചു. 3. മൃഗങ്ങളെ പരിപാലിച്ച് വളർത്തി. 4. മൺപാത്രങ്ങൾ നിർമ്മിച്ചു. 5. സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് ചക്രങ്ങൾ നിർമ്മിച്ചു. ഈ പോയിന്റുകൾ ഓർത്തിരിക്കാനുള്ള കഥ ശ്രദ്ധിക്കാം. നദീതടത്തിൽ താമസിച്ചിരുന്ന ഒരു നവീന ശിലായുഗ മനുഷ്യൻ നദിയിലെ ജലം ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോൾ അത് ഭക്ഷിക്കാൻ വന്ന മൃഗത്തെ അവൻ പരിപാലിച്ച് വളർത്തുകയും അതിന് മൺപാത്രത്തിൽ ഭക്ഷണം നൽകുകയും ബാക്കിയുള്ള ഭക്ഷണ സാധനങ്ങൾ ചക്രങ്ങൾ ഉള്ള വണ്ടിയിൽ കൊണ്ടുപോവുകയും ചെയ്തു. ഈ കഥയും മനഃപ്പാഠമാക്കാതെ ഇതിലെ ഓരോ സംഭവങ്ങളും ക്രമത്തിൽ മനസ്സിൽ കാണുകയും അതുപയോഗിച്ച് നമുക്ക് ആദ്യം പഠിച്ച ചോദ്യത്തിലെ ഓരോ പോയിന്റുകളും ഓർത്തെടുക്കാൻ സാധിക്കുകയും ചെയ്യും. നവീന ശിലായുഗത്തിന് ശേഷമുള്ള താമ്രയുഗത്തിലാണ് മനുഷ്യൻ ലോഹം ഉപയോഗിച്ചു തുടങ്ങുന്നത്. അതിനെപ്പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.